ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റും അതിന്റെ പ്രൂഫ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അപ്പോൾ നമ്മുടെ ഗ്രീൻസ് തിയറം എന്താ പറയണത്? ആക്ച്വലി ഗ്രീൻസ് തിയറം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ലൈൻ ഇന്റഗ്രൽ ആണ് തന്നിരിക്കുന്നത്. എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ. ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലൈൻ ഇന്റഗ്രൽ തന്നിട്ടുണ്ട്. അതിന് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുവാണെങ്കിൽ ഓക്കെ ഓവർ എ റീജിയൻ ഓവർ എ പാത്ത് സി ആണെങ്കിൽ അത് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓക്കെ ഓവർ എ റീജിയൻ ആർ ഡോ n by dou x minus dou m by dou y dx dy. Okay, if you are considering anti-clockwise, an anti-clockwise എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഇതാണ് റീജിയൻ വിചാരിക്കും. അപ്പോൾ ഒരു നോർമൽ റീജിയൻ ഞാൻ എടുക്കുകയാണ്. ഇതാണ് റീജിയൻ. ഓക്കെ, ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന റീജിയൻ എന്ന് ഇമാജിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എടുക്കുന്ന ഭാഗത്ത് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കണം. ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് എം ആണ്, ഇത് എം ആണ്. ഓക്കെ, ഇത് എം ആണ്. ഇനി നമ്മൾ ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ച് വിചാരിക്കും. ഒന്ന് C1 C2. അപ്പൊ നമ്മൾ ഈ റീജിയൻ ടു ഈ റീജിയൻ C1 ഈ റീജിയൻ ടു ഈ റീജിയൻ C2 ആയിട്ട് നമ്മൾ എടുക്കുന്നത് ലൈൻ C2 ആയിട്ട് എടുക്കുന്നത്. അപ്പോഴും നമ്മൾ ഈ സെയിം സാധനം ആന്റി ക്ലോക്ക് വൈസ് പോകണം. ഗ്രീൻസ് തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ആന്റി ക്ലോക്ക് വൈസ് കേസ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് ഒരു ലൈൻ ഇന്റഗ്രലിനെ നമുക്കൊരു സർഫസ് ഇന്റഗ്രലാക്കി മാറ്റാൻ പറ്റും. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ലൈൻ ഇന്റഗ്രലിനെ നമുക്കൊരു സർഫസ് ഇന്റഗ്രലാക്കി മാറ്റാൻ പറ്റും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഉള്ളത് എം എന്താണ് എൻ എന്താണെന്നുള്ളതൊക്കെയാണ്. നമുക്കപ്പോൾ ലൈൻ ഇന്റഗ്രൽ ഇൻ ജനറൽ എങ്ങനെയാ ചെയ്യണമെന്ന് അറിയാം. ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ ഒത്തിരി അധികം ഒത്തിരി നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ടി വരും. ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ ഒത്തിരി കാൽക്കുലേഷനും കാര്യങ്ങളുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻസ് തിയറം യൂസ് ചെയ്താൽ പെട്ടെന്ന് ആൻസർ നമുക്ക് കിട്ടാൻ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ ഈ കേസിലാവുമ്പോൾ ഇപ്പോൾ C1 C2 എന്ന് പറഞ്ഞ രണ്ട് റീജിയൻസ് ആണെങ്കിൽ നമ്മൾ ലൈൻ ഇന്റഗ്രൽ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞ് ഈ രണ്ട് റീജിയൻസിൽ സെപ്പറേറ്റ്ലി നമ്മൾ ആ പാത്ത് ഇന്റഗ്രൽ C1 f ഡോട്ട് dr എന്ന ബേസിൽ നമ്മൾ ചെയ്തിരുന്നില്ലേ, അതേപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും സെപ്പറേറ്റ്ലി രണ്ട് റീജിയൻ ആയിട്ട്. ഇനി ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എമ്മും എന്നും ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ ഇക്വേഷൻ അങ്ങ് അപ്ലൈ ചെയ്തിട്ടാൽ മതി, നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. സോ എനിവേ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, അപ്പോൾ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണെന്ന്. ഇത് ആന്റി ക്ലോക്ക് വൈസിന്റെ കേസ് ആണെങ്കിലാണ് നമ്മൾ ഈ ഇക്വേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ആന്റി ക്ലോക്ക് വൈസ്, റിമെമ്പർ ഇറ്റ് ഇസ് ആന്റി ക്ലോക്ക് വൈസ് ഫോർ ദിസ് കേസ്. ഓക്കെ, നമ്മൾ എടുക്കുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ if it is clockwise നമ്മൾ എടുത്തിരിക്കുന്ന റീജിയൻ ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് വരും. ഓപ്പോസിറ്റ് വരുന്ന പറയുമ്പോൾ ഡബിൾ ഇന്റഗ്രൽ ആർ ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് ഡി എക്സ് ഡി വൈ. ഓക്കെ, ഇതാണ് ക്ലോക്ക് വൈസിന്റെ കേസ്. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അപ്പോൾ ഒരു ഐഡിയ കിട്ടും എന്താണ് ഗ്രീൻസ് തിയറം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ഹിയർ. I'll just write it. Okay, just to verify ഗ്രീൻസ് തിയറം. ഗ്രീൻസ് തിയറത്തിന്റെ വെരിഫിക്കേഷൻ ആണ് ഇൻ ദ പ്ലെയിൻ ഫോർ ദ റീജിയൻ. നമുക്ക് തന്നിരിക്കുന്ന ഇന്റഗ്രൽ 2xy മൈനസ് എക്സ് സ്ക്വയർ dx plus x square plus y square dy, where C is the boundary of the region enclosed by y equal to x square and y square equal to x. y equal to x square and y equal to x square and y square is equal to x. അപ്പൊ നമ്മൾ കുറച്ച് മുന്നേ ചെയ്തിരുന്നു എക്സ് സ്ക്വയർ. ഓക്കെ ഓക്കെ, നമുക്കത് പ്ലോട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആ റീജിയൻ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. റീജിയൻ പ്ലോട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ വരുന്നത്? റീജിയൻ പ്ലോട്ട് ചെയ്യുമ്പോൾ
വരുന്നത് ഫസ്റ്റ് നമ്മൾ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ചെയ്യുവാണെങ്കിൽ അതൊരു പാരബോള ഇങ്ങനെ ഇരിക്കും, ഇങ്ങനത്തെ ഒരു പാരബോള ആയിരിക്കും. ഇനി വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയണമെങ്കിൽ ഇങ്ങനത്തെ, ഇതാണ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇതാണ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ്. ഇതാണ് രണ്ട് പാരബോളാസ്. ഓക്കെ, സോ ഈ രണ്ട് പാരബോളാസിന്റെ ഇന്റർസെക്ട് ചെയ്തിരിക്കുന്ന ഈ റീജിയന്റെ ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇതാണ് നമ്മൾ ഈ ഒരു റീജിയൻ ആണ് നമ്മളുടെ ഈ കേസിൽ എടുക്കേണ്ട സർഫസ്. ഓക്കെ, ഓർ സർഫസ് നമ്മൾ എടുക്കേണ്ട സർഫസ്, ഒരു ബൗണ്ടറി എടുക്കേണ്ടത് ഈ റീജിയൻ ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്താ ചെയ്യാന്ന് വെച്ചാൽ നോക്കാം. ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റും റൈറ്റും പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താ ആക്ച്വലി ഈ ഇന്റഗ്രൽ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ലൈൻ ഇന്റഗ്രൽ ചെയ്യാം, നോർമൽ ലൈൻ ഇന്റഗ്രൽ ചെയ്യാം. നോർമൽ ലൈൻ ഇന്റഗ്രൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇന്റഗ്രൽ 2x x സ്ക്വയർ dx പ്ലസ് dy. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇത് നമുക്ക് ഒന്നില്ലെങ്കിൽ ഫുള്ളി വൈൻ്റെ ടേംസിൽ അല്ലെങ്കിൽ ഫുള്ളി എക്സിന്റെ ടേംസിലാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, കാരണം നമ്മൾ ഒറ്റ വേരിയബിൾസ് യൂസ് ചെയ്താൽ ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ, അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഫസ്റ്റ് കേസിൽ മൊത്തത്തിൽ വേണമെങ്കിൽ നമ്മളിപ്പോൾ രണ്ട് രീതിയിൽ കൺസിഡർ ചെയ്യേണ്ടി വരും. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് C1 ആണ്, ഇതാണ് നമ്മുടെ C1. ഓക്കെ, സെക്കൻഡ് കേസ് C1 ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പൊ ഫ്രം ലിമിറ്റ് 0 ടു ഈ ഇന്റർസെക്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ. അപ്പോൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ, അപ്പൊ ഇന്റർസെക്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് ആദ്യമേ നമ്മൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ y സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ്, ഇതാണ് രണ്ട് ഇക്വേഷൻസ്. അപ്പൊ നമ്മൾ ബേസിക്കലി ഈ ഒരു ഇക്വേഷനെ ഇപ്പോ സ്ക്വയർ ചെയ്തിട്ടുണ്ടെങ്കിലോ, സ്ക്വയർ ചെയ്താൽ ഓർ യു സബ്സ്റ്റിറ്റ്യൂട്ട്, ദാറ്റ് ഇസ് ഈസി. y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈയുമാണ്. ഇത് രണ്ടും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്ത് ഞാൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വൈ ഈക്വൽ ടു സെയിം തന്നെ വൈ സ്ക്വയർ. ഓക്കെ, അപ്പൊ എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് വരും അല്ലെ. എക്സ് ഈക്വൽ ടു വൈനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഓർ ഐ ക്യാൻ ഓൾസോ റൈറ്റ് ഇറ്റ് ആസ് എക്സ് മൈനസ് x raised to 4 is equal to 0, or I can write x1 minus x cube is equal to 0. ഇങ്ങനെ എഴുതാം. എന്ന് പറഞ്ഞാൽ ഒന്ന് x equal to 0 ഉണ്ട്, ഒന്ന് x cube equal to 1. So x cube equal to 1 എന്ന് പറയണമെങ്കിൽ x equal to 1, അതാണ് നമുക്കുള്ള കേസ്. ഓക്കെ, അതാണ് നമ്മുടെ കേസ്. അപ്പോൾ x equal to 1, അപ്പോൾ ഒന്ന് x equal to 1. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹിയർ യു ഹാവ് x equal to 1. That means your y is also 1. So 1 1 point ആണ്. ഓക്കെ, ഇനി ഈ പോയിന്റ് ഓഫ് 0 0 പോയിന്റ്, ഇത്ര നമ്മൾ എടുത്ത് വെച്ചേക്കണ്ടേ. ഞാനിപ്പോ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോകുന്നത് C1 ആണ്. C1 റീജിയനിലാണെങ്കിൽ C1 2xy minus x square dx plus x square plus y square dy എഴുതാം. ഇതാണ് C1 റീജിയൻ. C1 റീജിയൻ എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ എങ്ങനെ വരാൻ പോകുന്നത്? ഞാനിപ്പോ സബ്സ്റ്റിറ്റ്യൂഷൻ മൊത്തത്തിൽ ചെയ്യാൻ പോകുന്നത് C1 region equation ഏതായിരുന്നു? What was the equation of C1 region? For C1 region, this is for x square equal to y. അല്ലെ, x square equal to y ആണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത്. തിരിച്ചാണ് വന്നെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ്. ഇത് x square equal to y ആണ്. x square equal to y ആണ് നമ്മുടെ റീജിയൻ, നമ്മൾ എടുത്തിരിക്കുന്ന ലൈൻ. കുറച്ചുകൂടെ എളുപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ വൈൻ്റെതാണ്. അപ്പൊ നമുക്ക് മൊത്തത്തിൽ അങ്ങ് വൈനെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. അപ്പോൾ ഡി വൈ ഈക്വൽ ടു എന്ത് വരും? 2x dx എന്ന് വരും. ഇന്റഗ്രൽ ഫ്രം 0 to 1 യു ഹാവ് 2 times ഓഫ് വൈനെ നമ്മൾ എക്സിന്റെ ടേംസിലാക്കും. അപ്പൊ ഇവിടെ ഒരു എക്സ് സ്ക്വയർ വരും, മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ. What is y square? Y square is going to be x raised to the power of 4, right? Yes. And dy is going to be 2x dx. Okay. ഇനി നമ്മൾ ഇതിനെ ചെയ്ത് കഴിയുമ്പോൾ 0 to 1 2x cube minus x square dx plus x square plus x raised to 4. Okay, let me add it. Okay, അപ്പോൾ ഇവിടെ എന്തൊരു 2x raised to 3 plus 2x raised to 5. ഓക്കെ, ഇതെല്ലാനും കൂടെ നമുക്ക് ഒന്നിലേക്ക് ഇടാം, dx. ഓക്കെ അല്ലേ?
യെസ്. ഇനി ഇതിന്റെ എളുപ്പത്തിന് ഇന്റഗ്രേറ്റ് ചെയ്യാലോ. 2x⁴/4 മൈനസ് x⁻3/3 പ്ലസ് 2x⁴/4 പ്ലസ് 2x⁻6/6 ഫ്രം 0 to 1. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടാൻ പോകുന്നത്? ഇതും ക്യാൻസൽ ആയി പോയി, ഇതും ക്യാൻസൽ ആയി പോയി. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, ഇതും ക്യാൻസൽ ആയി 3 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ 2ഉം 2ഉം ഇവിടെ, അപ്പൊ 2 ടൈംസ്, അപ്പൊ x⁻4 വന്ന് മൈനസ് ഇതാണെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ മൈനസ് x⁻3/3 പ്ലസ് x⁻6/3. ഓക്കെ, ഇതിൽ നമ്മൾ ഇനി 0 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരാൻ പോകുന്നത്? 1 മൈനസ് 1/3 മൈനസ് 1/3 ദാറ്റ് ഇസ് ക്യാൻസൽ. സോ ബേസിക്കലി യു ഹാവ് ഇസ് 1 അല്ലെ, ഇവിടെ 1 കിട്ടും. കറക്റ്റ് അല്ലേ? ഇനി C1ന്റെ കേസിൽ ചിലപ്പോൾ ഞാൻ മിസ്റ്റേക്സ് ഉണ്ടാക്കാം, ബിക്കോസ് പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാകാം. ഓക്കെ, C2ന്റെ കേസിൽ എന്ന് പറയുമ്പോൾ ഇതായിരിക്കുള്ളൂ, ഇതാണ് റീജിയൻ C2. ദിസ് ഇസ് ദ റീജിയൻ C2. അപ്പോൾ നമുക്ക് ഇതാണ് C2 നമ്മളുടെ ഇക്വേഷൻ ഏതായിരിക്കുള്ളൂ? ഫോർ C2 വി ഹാവ് ഇസ് y² = x ആണ്. y² = x ആണ് C2ന്റെ. ഓക്കെ, അപ്പോൾ ഫോർ C2 y² = x. സെയിം സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ ചെയ്യാം. ഇവിടെ കുറച്ചുകൂടെ എളുപ്പം നമുക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടതാണ്. സോ യു ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, നോ പ്രോബ്ലം. But the thing is that your limit is going to be from 1 to 0. Okay, because you are doing it in the opposite direction, right? ഇങ്ങനെ പോകും. ഓക്കെ, അതിനൊരു വ്യത്യാസം വരുത്തേണ്ടി വരും. അപ്പോൾ എന്താ വരാൻ പോകുന്നത്? Let me copy this down. ഇത് കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെയാ വരാൻ പോകുന്നത്? ഇവിടെ നമ്മൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. അപ്പോൾ dx will be equal to 2y dy അല്ലെ, which is equal to line integral over the region C2. Okay, C2, what will be the limit? From 1 to 0. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്, അതിന്റെ ലിമിറ്റ് വരുന്നത്. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എന്തുവരും? നമ്മൾ എക്സിന്റെ പ്ലേസിലൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. അപ്പൊ 2 × y³ മൈനസ് x² പ്ലേസ് ആണെങ്കിലോ എക്സിന്റെ പ്ലേസ് നമ്മൾ y ഇട്ട് കൊടുക്കും. അപ്പൊ y⁴, ഓക്കെ, 2y dy പ്ലസ് ഇവിടെ ആണെങ്കിലോ മൊത്തത്തിൽ y ആക്കണമല്ലോ. ഇവിടെ y⁴ പ്ലസ് y² let be as such, so dy അല്ലെ. ഓക്കെ, ഫ്രം 1 to 0. അപ്പൊ ഫ്രം 1 to 0 നമ്മളിത് മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ഓൾറെഡി കൊടുത്തു. ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ട C2 ആണ്, ഇവിടെ മെൻഷൻ ചെയ്യേണ്ട വരുന്നില്ല. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോഴെന്താ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. 4y⁴ മൈനസ് 2y⁵, ഓക്കെ, പ്ലസ് y⁴ plus y⁴ times of dy. Okay, now again I can just do more simplifications. So this will be from 1 to 0, and you have 5y⁴ minus 2y⁵ plus y² dy. Integrate ചെയ്യുമ്പോൾ 5/5 minus 2y⁶/6 plus y⁵ from upper limit is 1. You have to think about it. So it will be minus of 5/5 is going to be 1 minus 1 plus 1/3. Okay, so you're going to get as minus 1. Okay, minus 1. So minus 1 plus 1 is going to give you 0, right? So the line integral is basically 0 there. അല്ലേ, ഇവിടെ നമുക്ക് രണ്ടുകൂടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ C1 plus C2 ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. ഇനി ഇതാണ് നമ്മളുടെ ലെഫ്റ്റ് പാർട്ട്. ഇനി റൈറ്റ് പാർട്ട് നമ്മൾ നോക്കാം. റൈറ്റ് പാർട്ടിൽ എന്തുള്ളത് നമ്മൾ എടുത്തിരിക്കുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. സോ ഇതാണ് നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ. ഓക്കെ, m/y. സോ ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ എന്താ വരാൻ പോകുന്നത്? ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യമേ നമുക്ക് വാട്ട് ഇസ് m and n അത് ഐഡന്റിഫൈ ചെയ്യണം. സോ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്തായിരിക്കും m? ഈ പാർട്ട് ആയിരിക്കുള്ളൂ dx ന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കുള്ളൂ m, dy ന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കുള്ളൂ n.
അപ്പോൾ ഇവിടെ dxന്റെ കോഎഫിഷ്യന്റ് is this, so this is going to be your m, this is going to be your n. Okay, hope that's clear. So let me write it down. അപ്പോൾ m എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ഇവിടെ ഓൾറെഡി ഉണ്ട്, നിങ്ങളൊന്ന് റെഫർ ചെയ്ത് എഴുതിയാലും മതി. ഇഫ് യു വോണ്ട് ഐ ഓക്കെ. സോ x square, so n is equal to x square plus y square. m n കിട്ടി. ഇനി what is dou n by dou x? Dou n by dou x എന്ന് പറയുമ്പോൾ 2x plus 2y. Dou n by dou x എന്ന് പറയുമ്പോൾ 2x only. Okay, dou m by dou y എന്ന് പറയുമ്പോൾ that will be 2x minus 2x, right? With respect to y അല്ലേ, അപ്പോൾ ഇതില്ല. With respect to y ചെയ്യുമ്പോൾ 2x വരും. ഓക്കെ, ഇവിടെ 2x ഇവിടെ 2x. ഓക്കെ, ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. അപ്പോൾ we have is 2x minus 2x. ഓക്കെ, dx dy. സോ എനിവേ ഇതിനകത്ത് കൂടുതൽ പ്രൊസീജിയർ ചെയ്യാനില്ല, കാരണം 2x minus 2x is already done. ബട്ട് ഇഫ് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എങ്ങനെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം ഞാൻ ജസ്റ്റ് പറയാം. സോ ഫസ്റ്റ് നമ്മൾ എടുക്കുക dxന്റെ ടേംസിൽ, അത് എക്സിനെ നമ്മൾ വൈന്റെ വേരിയബിൾ ആക്കി എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ വരച്ചിരുന്ന കേസ് എങ്ങനെയായിരുന്നു? നമുക്ക് ഒരെണ്ണം ഇങ്ങനെ റഫായിട്ടൊന്ന് വരക്കുവാണ്. ഇതൊന്ന് ഒരു പാരബോള, ഇതൊരു പാരബോള, ഇങ്ങനെയായിരുന്നു. ഇനി ഇന്റർസെക്ഷൻ പോയിന്റ് ഇതാണ്. ഈ പാരബോളനെ നമുക്ക് വേണമെങ്കിൽ ഈ പാരബോള എന്തായിരുന്നു? ദിസ് പാരബോള വാസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ. എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ പാരബോള, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ പാരബോള ആയിരുന്നു. ഓക്കെ, എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ പാരബോള ആണിത്. ഇതാണെങ്കിൽ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് പാരബോളമായിരുന്നു. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോയിന്റിന്റെ കാര്യത്തെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. ഈ പോയിന്റ് നമ്മൾ ലിമിറ്റ് എങ്ങനെ ഇടും എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പൊ എക്സിന്റെ ലിമിറ്റ് വരാൻ പോകുന്നത്, നമ്മളിപ്പോ എക്സ് ആണ് നമ്മൾ വേരി ചെയ്യുന്നത് ഫസ്റ്റ് എടുക്കുന്നതെങ്കിൽ, നമ്മൾ വൈ കോൺസ്റ്റന്റ് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡ്രോ എ ലൈൻ വിച്ച് ഇസ് പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ വൈ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്ന ഒരു ലൈൻ വരയ്ക്കും. ഈ ലൈൻ മീറ്റ് ചെയ്ത രണ്ട് പോയിന്റ്സ് ഏതാണെന്ന് നോക്കാം. ഈ രണ്ട് പോയിന്റ്സ് ആണ് ഈ ലൈൻ മീറ്റ് ചെയ്യുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് എക്സ് വാല്യൂസ് എന്താണെന്ന് നോക്കാം. ഈ കേസിലാണെങ്കിൽ കറസ്പോണ്ടിങ് എക്സ് വാല്യൂ എന്തായിരുന്നു? എക്സ് ഈക്വൽ ടു റൂട്ട് വൈയും, ഓക്കെ, എക്സ് ഈക്വൽ ടു റൂട്ട് വൈയും. ഈ കേസിലാണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ ആണ്. സോ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കിട്ടി. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രം ലിമിറ്റ് റൂട്ട് ഫ്രം വൈ സ്ക്വയർ ടു റൂട്ട് വൈ ഇവിടെ ഇരിക്കുന്ന, ഇപ്പൊ ഇവിടെ ഈ കേസിൽ 0 ആയി പോയി. ഞാൻ പറയുന്ന അതിന്റെ അകത്ത് എന്ത് ടേം ആണുള്ളത്? ആ ടേം dx dy. ഓക്കെ, ഇന്റഗ്രൽ. ഇനി വൈന്റെ ലിമിറ്റ് ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ്, ബേസിക്കലി ദിസ് പോയിന്റ് ഇസ് 1, റൈറ്റ്? y ഈക്വൽ ടു 1, 1,1 ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ 0 to 1 കൊടുക്കാം. ഇനി എന്നിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇവിടെ എക്സിന്റെ ടേംസ് ആണെന്നുണ്ടെങ്കിൽ ഈ എക്സിന്റെ ടേംസ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 4 ആയിരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, 4 ആയിരുന്നെങ്കിൽ ഇവിടെ എത്ര വരും? -2 വരും, -2x എന്ന് വരും. അപ്പൊ അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? -2x²/2 എന്ന് വരും. അതിന്റെ ലിമിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഈ വൈന്റെ ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് ലിമിറ്റ്സ് ആണ്. ഈ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ പാർട്ട് കഴിയും. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടാൻ പോകുന്നതിന് ഫുൾ വൈ വേരിയബിൾസ് ആയിരിക്കും ഉണ്ടാവുന്നത്. വൈ വേരിയബിൾസിനെ നമ്മൾ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂസ്. സോ അങ്ങനെയാണ് നമ്മൾ അല്ലാത്ത കേസിൽ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ഗ്രീൻസ് തിയറത്തിന്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ശ്രദ്ധിച്ച് ചെയ്യണം. ബാക്കി വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് ഗ്രീൻസ് തിയറം യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യാൻ പറ്റും. വാല്യൂ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് ഗ്രീൻസ് തിയറം ആണെങ്കിൽ. അതാണ് ഒരു ഗ്രീൻസ് തിയറത്തിന്റെ യൂസ്. ഓക്കെ, ഇത് വെച്ചിട്ട്